നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 4 അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 4 അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പോലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ, ഞങ്ങളുടെ ദൃഷ്ടാന്തരം കണ്ടു പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ല നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നതെന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കുത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിവരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്ത കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ഓക്കെ, സ്തോത്രം. താങ്ക് യു. നിങ്ങൾ ബൈബിളുള്ളവരെല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചിലപ്പോൾ ചില പൗലോസ് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു പ്രയാസം വരും. എന്നാൽ നമ്മൾ ബൈബിളിലോട്ടും കൂടെ നോക്കുമ്പം ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ഈ 1 കൊരിന്ത്യർ നിങ്ങൾ ആദ്യം മുതലേ ശ്രദ്ധിച്ചവർ മനസ്സിലായി കാണും. ഈ സഭ ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നൊരു സഭയാണ്. പൗലോസ് എപ്പോഴും ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ഒരു നീഡ് അനുസരിച്ച് ആണ് എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു നീഡെന്ന് പറയുന്നത് അവിടെ ഒരു ഡിവിഷൻസ് ഉണ്ട്. എന്തുവാണ് ഡിവിഷൻസ്? 2 പക്ഷങ്ങൾ അല്ലേ? നമ്മൾ ആദ്യ ഭാഗങ്ങളിലൊക്കെ നിങ്ങളത് കേട്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാർ, പൗലോസിൻ്റെ പക്ഷക്കാർ. ആളുകൾക്കെല്ലാം അവിടെ ഒരു ഗ്രൂപ്പ് തിരിയുക. അത് പൗലോസും അപ്പൊല്ലോസും ഒന്നും ഗ്രൂപ്പിന് നേതൃത്വമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ആ സഭയിലുള്ള ആൾക്കാർ തന്നെ ഏതൊക്കെയോ രീതികളിൽ പൗലോസിനെതിരായിട്ട് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നു, കുറച്ച് ആൾക്കാർ വേണമെങ്കിൽ അപ്പൊല്ലോസിനെതിരായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അപ്പൊല്ലോസിനെ കൂട്ടുപിടിക്കുന്നു, ചിലർ പൗലോസിനെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അറിയാം അവർ കൃപാവരങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. നമ്മൾ ഈ വേദഭാഗത്തേക്ക് വരുമ്പോഴും നേരത്തെ നമ്മൾ കേട്ട കാര്യങ്ങളും കൂടെ നമ്മൾ ഓർക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം ഇത് തുടങ്ങുന്നത് 6-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം. ഇത് നമ്മളത് മലയാളത്തിലാക്കി ഇതെന്ന് കേൾക്കുമ്പം നിങ്ങൾ ഓർക്കില്ല, അതൊരു വെറും ചുമ്മാ ഒരു പദം അങ്ങനെ വെച്ചിരിക്കുവാണ്. ആ ഇതെന്ന് പറയുന്ന പദത്തിന് വലിയ അർത്ഥം അവിടെ ഉണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അത്? ഓൾ ദീസ് തിങ്സ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഐ ഹാവ് അപ്ലൈഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഈ ഓൾ ദീസ് തിങ്സ് എന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും, ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും എന്നാ ചെയ്തിരിക്കുന്നു? ഓൾ ദീസ് തിങ്സ്. ഇത് ഞാൻ നിങ്ങളെ നിമിത്തം എന്നെ അപ്പൊല്ലോസിനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ നമ്മളത് ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കേണ്ടതിന്. നമ്മളത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഐ ഹാവ് അപ്ലൈഡ് ഓൾ ദീസ് തിങ്സ് ടു മൈസെൽഫ് ആൻഡ് അപ്പൊല്ലോസ് ഫോർ യുവർ ബെനിഫിറ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉന്നതിക്കായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ, ഞാനും അപ്പൊല്ലോസും എല്ലാം ഒരു ഇല്ലുസ്ട്രേഷൻ പോലെ, ഒരു ദൃഷ്ടാന്തം പോലെ, ദൃഷ്ടാന്തം പറയുമല്ല, ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ചില ദൃഷ്ടാന്തങ്ങളൊക്കെ പറയും. ഇവിടെ പൗലോസ് പറയുവാണ്, ഞങ്ങളത് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഞങ്ങൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ഞങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ആ വാക്ക് അത് അർത്ഥമാക്കുന്നത് ഇതുവരെയും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വന്നു, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഭാഗമാക്കിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നോക്കാം. നേരത്തെ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ. 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: വിശ്വസിക്കുന്നവരെ
പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ കർത്താവിന് പ്രസാദം തോന്നി. അപ്പോൾ ആ ഭാഗത്തൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പ്രസംഗത്തിൻ്റെ ഭോഷത്വം മൂലമാണ് ആളുകളെ രക്ഷിക്കുന്നത്. മാത്രമല്ല ആർക്കാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാർക്കിടർച്ച, ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെ. പിന്നെ പറഞ്ഞു, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയത്, ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും തന്നെ. പിന്നെ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2-ാം അധ്യായമാണ് 17-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ട വാക്ചാതുര്യത്തോടെ അല്ലതാനും. പൗലോസ് അങ്ങനത്തെ വലിയ ഇത്രയും ജ്ഞാനിയാണ്. ഇന്നത്തെ അനേക PhDകൾക്ക് തുല്യമായ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചപ്പോഴുമെല്ലാം ഈ ജ്ഞാനത്തിലൊന്നുമല്ല കൂട്ടുപിടിച്ചത്. അദ്ദേഹം ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട്, ക്രിസ്തുവിനെ മാത്രം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു? 31-ാമത്തെ വാക്യം നമ്മൾ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പോൾ പൗലോസ് പറയും, ഞാനത് എഴുതിയ കാര്യങ്ങൾ ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പിന്നെ ഒരു വാക്യം നമ്മളിങ്ങനെ കാണുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അത് നമ്മൾ കാണുന്നത് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു 2-ാമത്തെ വാക്യം, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. ആ വാക്യത്തിനൊക്കെ എത്രയോ ആഴങ്ങളുണ്ട്. സാധാരണ നമുക്ക് എല്ലാവർക്കും, ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ സെമിനാരികളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോൾ ബൈബിൾ ഡയറക്റ്റായിട്ട് മാത്രമല്ല, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ പഠിക്കും. ചിലപ്പോൾ അറിയാതെ നമ്മൾ പലതും നമുക്കറിയാമല്ലോ, ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഒത്തിരി പുകഴ്ചയൊക്കെയും തോന്നുന്ന സമയത്ത് പൗലോസ് ഇവിടെ പറയുകയാണ്, എനിക്ക് വേറൊന്നും അറിയാൻ ആഗ്രഹമില്ല, എനിക്ക് കർത്താവിനെ മാത്രം ഞാൻ അറിഞ്ഞവനായിട്ട് നിങ്ങളുടെ ഇടയിലിരിക്കുന്നു. പൗലോസ് പറയുക, ഞാനത് വെറുതെ എഴുതി വെച്ചതല്ല, ഞാനതെല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്നു, ഒരു ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾ തന്നിരിക്കുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ അപ്പൊല്ലോസും പൗലോസും എല്ലാം കർത്താവിൻ്റെ ശുശ്രൂഷക്കാരും മാത്രമാണ്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് എന്ത് ചെയ്തു? നനച്ചു. ഞങ്ങൾ വെറുതെ എഴുതുവല്ല, ഞങ്ങളതുപോലെ പാലിച്ചവരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. പിന്നെ നമ്മൾ കാണുന്നു, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്, ആരും ഈ ലോകത്തിൻ്റെ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ, ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഇപ്പോൾ പൗലോസ് എപ്പോഴും താനൊരു ഫൂളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്തെല്ലാം. കാരണം അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ താഴോട്ട് മനസ്സിലാക്കുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ഈ ഡിവിഷൻ ഉണ്ടായതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 4-ാം അധ്യായം തുടങ്ങിയപ്പോൾ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ജെയ്സൺ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ക്രിസ്തുവിൻ്റെ ദാസന്മാർ, സ്റ്റീവാർഡ്സ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? അപ്ലൈ ചെയ്തിരിക്കുന്നു. അതെല്ലാം ഒരു ദൃഷ്ടാന്തമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? കാണിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങൾക്ക് വേണ്ടി അത് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇനി നമ്മൾ അടുത്ത വാക്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എഴുതിയിരിക്കുന്നതിന് അപ്പുറം ഭാവിക്കാതിരിപ്പാൻ. അപ്പം ഞാനിവിടെ വച്ച് എഴുതിയ ഓരോ കാര്യങ്ങളുണ്ട്, ആ എഴുതിയതിനപ്പുറം നിങ്ങൾ പോകരുത്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ബിയോണ്ട് വാട്ട് ഈസ് റിട്ടൺ. ഞങ്ങൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ആ ഞങ്ങൾ എഴുതിയത് മാത്രമല്ല, ഞങ്ങളതൊരു ദൃഷ്ടാന്തമായിട്ട് പ്രസംഗിച്ചതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി എന്ത് ചെയ്തു? പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനപ്പുറം എന്ത് ചെയ്തരുത്? പോകാതിരിപ്പാൻ. പലപ്പോഴും ചില സമയത്തൊക്കെ നമുക്ക് പറ്റുന്നൊരു കാര്യം, ഇത് പരീശന്മാർക്കും പറ്റിയൊരു കാര്യമാണ്, നമ്മൾ എഴുതിയതിനപ്പുറം നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. നമ്മൾ പുതിയ നിയമത്തിലെ നമ്മളെ സുവിശേഷങ്ങളൊക്കെ പരീശന്മാരെ കാണുമ്പോൾ അവർ പറയുന്ന പല ഇൻ്റർപ്രിട്ടേഷൻസും ഒരിക്കൽ പോലും അത് എഴുതിയപ്പോഴത്തേക്ക് അങ്ങനെ അത് വിവക്ഷിച്ചിട്ടില്ല. അവർ പക്ഷെ എന്ത് ചെയ്തു? ഓരോത്തിനും ഓരോ അഡീഷൻസ് ഇട്ടു. ശബത്ത് പറഞ്ഞപ്പോൾ അതിന് കുറേ അഡീഷൻസ് അവർ കൊണ്ടുവന്നു. അവർ വേറെ ഓരോ കൈ കഴുകുന്ന കാര്യങ്ങൾ, ശുദ്ധീകരണ നിയമങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ അതിനൊക്കെയും കുറേ അഡീഷൻസ് ഉണ്ടാക്കി. അപ്പോൾ പരീശന്മാരാണ് പലപ്പോഴും കൂട്ടിച്ചേർക്കുന്നത്. പൗലോസ് പറയുക, ഞങ്ങൾ ഈ എഴുതിയതിനപ്പുറം നിങ്ങൾ പോകരുത്. ഞങ്ങൾ എഴുതിയ കാര്യങ്ങൾ ഞങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു? അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്.
ഒന്ന്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് നോക്കുക. നമുക്ക് പ്രസംഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ശ്രമിക്കുകയെങ്കിലും ചെയ്യണം, അല്ലേ? നമ്മൾക്ക് 100% എല്ലാം തികഞ്ഞവരായിട്ട് ആർക്കും ഇവിടെ വന്ന് ദൈവവചനം പറയാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ആർക്കും ആരോടും സുവിശേഷം പറയാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരല്പമെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ നോക്കുന്നവരാണ്. പൗലോസ് അതാണ് ദൃഷ്ടാന്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ കാണിച്ചു വന്നത്. 2, നമ്മളിന്ന് മനസ്സിലാക്കുന്നത് എഴുതിയതിന് അപ്പുറം പോകാതിരിക്കേണ്ടതിന് നമ്മൾ എന്തുവാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഭാഗമാക്കി. എന്താണ് നമുക്ക് സംശയം തോന്നുമ്പോൾ നമ്മൾ ഓർക്കണം, എന്തുവാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്തുവാണ് അപ്പോസ്തലന്മാരൊക്കെ എഴുതിയിരിക്കുന്നത്, ആ കാര്യങ്ങൾ കർത്താവ്, അതിനപ്പുറം ഞാനായിട്ട് കർത്താവ് ഒരു കാര്യങ്ങൾ ഇൻ്റർപ്രട്ടേഷൻ ചെയ്ത് അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറയുവാനായിട്ട് ഇടവരരുത്. എന്നിട്ട് പറയുവാണ്, ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിന് തന്നെ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഈ ചീർത്തു പോകുക. പൗലോസ് പല ഭാഗങ്ങളിൽ ഈ ചീർത്തു പോകുക എന്നുള്ള വാക്ക് പല ഭാഗത്ത് ഈ പുസ്തകത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് പഫ്ഡ് അപ്പ്, ചീർത്തു പോവുക. അപ്പോൾ ഇവിടെ ഇവർ ചീർത്തു പോയതെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി, പൗലോസ് ആകെപ്പാടെ വലിയ വാക്ചാതുര്യമൊന്നുമില്ലാത്ത ആളും. പൗലോസിനെ കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യൻസിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് കാണാം, അദ്ദേഹം തന്നെ പറയാം, അദ്ദേഹത്തിൻ്റെ ദേഹസന്നിധി എന്ന് പറയുന്നത്, എൻ്റെ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് ഒട്ടും ഒരു അഡ്മയറബിളായിട്ടുള്ള, ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമല്ല. അപ്പോൾ കണ്ടാൽ നമുക്കൊരു വലിയ ഒരു അപ്പോസ്തലൻ്റെ ലുക്കും ഭാവവും അദ്ദേഹത്തിനില്ല. ബാർക്ലേ എന്ന് പറയുന്ന കമൻറ്റേറ്ററൊക്കെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ കൊളുത്തുപോലെ ഇത് ഇങ്ങനെ വളഞ്ഞിരിക്കുകയും കാലുകളുമൊക്കെ ഇങ്ങനെ വളരെ ശോഷിച്ച് പൊക്കം കുറഞ്ഞ കൃശാകാർത്തനായ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. കണ്ടാൽ വലിയൊരു ശ്രേഷ്ഠ അപ്പോസ്തലൻ എന്നൊന്നും പറയാൻ വലിയ ലുക്കുകളൊന്നുമല്ല മനുഷ്യനല്ല. അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ അവർ പറയുന്നു, അപ്പൊല്ലോസ് ആയിരിക്കാം. അപ്പൊല്ലോസ് ഒരു ജ്ഞാനിയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്, വളരെ ജ്ഞാനത്തോടുകൂടെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്ത് ചീർക്കുവാനായിട്ട് അവർക്കുണ്ടായ പ്രശ്നം എന്ത്, ചീർത്ത് പോകുക എന്നുള്ള വാക്കിന് നമ്മൾ പഫ്ഡ് അപ്പ് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞെങ്കിൽ വേറൊരു അർത്ഥം പറഞ്ഞാൽ അരഗൻസ്, സ്വയം എന്ത് ചെയ്യുക, എന്തൊക്കെയോ നേടിയെന്നുള്ള ഭാവമാണ് ഈ പഫ്ഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തന്നെ ഒരു ഗ്രൂപ്പിന് ഒരാൾക്കെതിരായിട്ട് അവരങ്ങ് ചീർത്തു പോകും. നിങ്ങൾ പറയുന്ന പോലെയല്ല, ഇന്ന വ്യക്തിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അപ്പോസ്തലൻ, ഇന്നയാളാണ് അല്ലെങ്കിൽ അപ്പൊല്ലോസാണ് ഇവിടുത്തെ ആള്. ഇങ്ങനെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, സ്വയം പറഞ്ഞുകൊണ്ട് അവരെ തന്നെ ഗർവ് കാണിക്കുന്ന അല്ലെങ്കിൽ ഉന്നത ഭാവം അവർ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിലും പലപ്പോഴും ഈ ചീർക്കുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും എത്തിച്ചു തരും. നമ്മളിപ്പം ഡിവിഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ ഇതുപോലെയുള്ള ഡിവിഷൻസ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ചില ഡിവിഷൻസൊക്കെ വളരെ കാര്യപ്രസക്തമായ ചില ആശയങ്ങളുടെ പേരിലാണ്. എന്നാൽ പലപ്പോഴും ആശയങ്ങൾക്കൊക്കെ അപ്പുറം പലപ്പോഴും നമ്മൾ കാണുന്ന പല വിഭാഗീയതകളും ഓരോരുത്തർക്കും ഉയർന്നു വരാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ തന്നെ ഉയർത്തുവാനായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഇവിടെ ഈ ഒരു ഡിവിഷൻ, 2 കൂട്ടർ ഇവിടെ 2 വിഭാഗങ്ങളായിട്ട് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടർക്കെതിരെ ചീർത്തു പോവുകയാണ്. തങ്ങൾ എന്തൊക്കെയോ നേടിയെന്നുള്ള ഒരു ചിന്ത അവർ ഉള്ളിലോട്ട് നമ്മൾ കടന്നു വരാനായിട്ട് പോയി. ഇന്ന് നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പ്രസംഗത്തിൻ്റെ അവസാനമാകുമ്പോൾ ഞാനും നിങ്ങൾ ഒരുമിച്ച് നമ്മളും ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മളെ ചീർപ്പിക്കുന്നതായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മളൊരല്പസമയം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കണ്ണുകൾ അടച്ച് നമ്മളെ തന്നെ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്കൊക്കെയും പലപ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മൾ നേടിയെന്ന് തോന്നുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. നമ്മളെ തന്നെ ഗർവിലേക്ക് നയിക്കുന്ന ഗർവിൻ്റെ ഭാവങ്ങൾ, മനോഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോകാം. 7ാമത്തെ വാക്യത്തിൽ നിന്നെ വിശേഷിപ്പിക്കുന്നത് എന്ത്? പൗലോസ് ചോദിക്കുക, നിങ്ങൾ എന്ത് വിശേഷിപ്പിക്കുന്നത്?
നിങ്ങളെ വിശേഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്തുവാ? ഇംഗ്ലീഷിൽ ഫോർ ഹൂ സീസ് എനിത്തിങ് ഡിഫറെൻറ്റ് ഇൻ യു. നിങ്ങളിൽ എന്തോ ഇത്ര വിശേഷവും നിങ്ങൾ പറയാനുള്ള കാര്യം എന്തോ? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? എന്തുവാണ് നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾ കാണാനായിട്ടുള്ളത്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ഭയങ്കര ഒരു ചോദ്യമാണ്. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ലഭിച്ചതെങ്കിലോ? ലഭിച്ചതല്ല, ലഭിച്ചത് നമുക്കറിയാമല്ലോ, ഇറ്റ്സ് എ ഗിഫ്റ്റ് അല്ലേ? നമുക്കിങ്ങനെ തന്നൊരു കാര്യം, തന്നത് മാത്രമേ ഉള്ളൂ. പണി തന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഭയങ്കരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് ജീവിതത്തിൽ ലഭിച്ചതെല്ലാം, നമുക്ക് കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് അല്ലേ? നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പോയി നല്ല വരവും തികഞ്ഞ ദാനങ്ങൾ, നല്ല വരങ്ങളും ഒക്കെ ഇങ്ങനെ ദൈവത്തിൽ നിന്നും വരുന്നതായിട്ട് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വന്ന എല്ലാം. എന്നാൽ ചില സമയത്ത് നമ്മളറിയാതെ ഓർത്തു പോകുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെയോ നേടിയെടുത്തതാണ്. നമ്മളറിയാതെ എന്ത് ചെയ്യുന്നു? നമ്മൾ നേടിയെടുത്തതാണെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. നമുക്ക് ലഭിച്ച എങ്ങനെ ലഭിച്ചതാ? കൃപയാലല്ലോ, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, കഴിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടെങ്കിൽ, സ്നേഹിതരുണ്ടെങ്കിൽ, എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. എന്നാൽ ഈ സഭ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവർക്കുണ്ട്. പക്ഷേ ഇവരും ഇങ്ങനെ ചിന്തിക്കുവാണ്, ഞങ്ങൾക്കെല്ലാം ലഭിച്ചതാണെന്നുള്ള കാര്യങ്ങൾ മറന്നിട്ട് ഞങ്ങളായിട്ട് എന്തൊക്കെയോ നേടിയെടുത്തെന്നുള്ള ആ ചിന്തയാണ് അവരിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അവർ പ്രശംസിക്കുവാനായിട്ട് അവർ തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. പൗലോസ് 1 കൊരിന്ത്യർ 15:10 അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പല കാര്യങ്ങൾ ചെയ്ത്, ആ വാക്യം ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. 1 കൊരിന്ത്യർ 15:10. അദ്ദേഹം മറ്റെല്ലാവരെക്കാളും അധ്വാനിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് വായിക്കാമോ? എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഓക്കെ, ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. ചിലപ്പോൾ ചില സമയങ്ങളിലേക്ക് മനുഷ്യർ പറയുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ അത് ഫാക്റ്റ് ആയിരിക്കാം. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മനോഭാവം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അവർ പറയും, ഞാൻ അധ്വാനിച്ചാണിതെല്ലാം ഉണ്ടാക്കിയത്. അതിനകത്ത് തെറ്റ് പറയാനായിട്ടില്ല, അവർ ശരിയായിരിക്കാം പറയുന്നത്. പക്ഷേ നമ്മൾ എത്ര അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കാം, നമ്മൾ ഒത്തിരി അതിന് കഷ്ടപ്പെട്ടതായിരിക്കും, ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണെങ്കിലും നമ്മളല്ല, നമ്മളിൽ ഒരു ദൈവകൃപ പകരപ്പെട്ടത് കൊണ്ടാണ് നമുക്കതെല്ലാം ലഭിച്ചത്. പൗലോസ് പറയുന്നു, ശരിയാണ്, ഞാൻ നിങ്ങൾ മറ്റെല്ലാവരെക്കാളും ഒക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, എന്നാൽ ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചത്. അപ്പോൾ ഒന്നിനും നമുക്ക് എല്ലാം ലഭിച്ചതെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗത്തെ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ടും പരിശുദ്ധാത്മാവും സംസാരിക്കാൻ അനുവദിച്ചു കൊടുക്കുക. ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? നമുക്കൊന്നുമില്ല, ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിലില്ല. ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രം. ഇനി 8ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക്, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുമെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരല്പം ഒരു പരിഹാസ ചൊവ്വയോടുകൂടെയാണ് പൗലോസ് ഒരു സർക്കാസം നമ്മൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്കെല്ലാം ഉള്ളവരാ, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരെ. ശരിയാ,
ഈ സഭ അങ്ങനത്തെ ഒരു സഭയാണ്. നമ്മൾ ആദ്യം 1-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ നിങ്ങൾ വായിച്ചല്ലോ, ഇവിടെ പൗലോസേന പറയുന്നുണ്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. ശരിക്കും ഈ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായ സഭയായിരുന്നു. അങ്ങനെ അവർ കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന നല്ലൊരു സഭ, എല്ലാത്തിലും റിച്ചായിട്ടുള്ള ഒരു സഭ തന്നെയാണ്. പിന്നെ എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ തൃപ്തന്മാരായെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫുൾ എന്നുള്ളതാണ്. ഓൾറെഡി യു ഹാവ് ഓൾ എവറിത്തിങ്, എല്ലാം നമുക്കുണ്ട്. ഒരു ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സമ്പന്നന്മാരായി, ആത്മീയമായിട്ട് നിങ്ങൾ ഒത്തിരി സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് വിത്തൗട്ട് us യു ഹാവ് ബിക്കം കിങ്സ്, നിങ്ങൾ രാജാക്കന്മാരായി. പൗലോസിനെ കൂടാതെന്ന് പറയുമ്പോൾ, പൗലോസ് ഒരിക്കൽ തൻ്റെ മിഷണറി യാത്രയിൽ അവിടെ ചെന്നപ്പോൾ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ്. അത് പൗലോസിനൊന്നും പറയാനില്ല. പൗലോസിനാ പറഞ്ഞിരിക്കുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്ത് ചെയ്തു, നട്ടു. അപ്പൊലോസ് എന്ത് ചെയ്തു, നനച്ചു. അതിനകത്ത് പ്രത്യേകിച്ച് പൗലോസിനൊന്നും പ്രത്യേകിച്ച് ഇല്ല. എങ്കിലും ഞങ്ങളെ കൂടാതെ നിങ്ങൾ എന്ത് ചെയ്തു, വാഴുന്നവരെ. എന്നിട്ട് പറയുന്നു, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ചില മനസ്സിലാക്കാൻ ആദ്യം ചില പ്രയാസം തോന്നും. നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് പറയുന്നത് ഫ്യൂച്ചർ, ഭാവിയിൽ നമ്മളൊക്കെയും രാജാക്കന്മാരെ പോലെ വാഴുന്ന ഒരു സമയമുണ്ട് എന്ന് പൗലോസ് പറയുക. നിങ്ങളങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു രാജാക്കന്മാരെ പോലെ വാണിരുന്നെങ്കിൽ ആ ഒരു കാലം നല്ലതായിരുന്നു. ആ കാലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. And would that you did reign so that we might share the rule with you. നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്തുകൊണ്ട്, അവിടെ ഞാൻ ഓർക്കുക, പൗലോസിന് തന്നെ ഒരു കാര്യം പൗലോസ് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് കർത്താവ് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അങ്ങനെ വാഴുന്ന, റൂൾ ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാമായിരുന്നല്ലോ എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ അവിടെ ഇവർ എല്ലാം നിറഞ്ഞെന്നുള്ളൊരു ഫീലിംഗ്, ഈ ഒരു ഫീലിംഗ് ആണ് ഏത് സഭയ്ക്കാണ് പറ്റിയത്? നിങ്ങൾക്ക് പറയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണും ഒരു സഭയ്ക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏത് സഭയ്ക്കാണ്? വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിൽ ഒരു സഭയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഏത് സഭയാണത്? അറിയാമോ ആർക്കെങ്കിലും? ലവോദിക്യ സഭ. ലവോദിക്യ സഭയ്ക്ക് ഇതേ പ്രശ്നമായിരുന്നു. നമ്മൾ അത് 3-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കും, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനും ഉഷ്ണവാനും ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നീ എൻ്റെ വായിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒന്നിനുമില്ല. അവിടെ ഒരു ലുക്വാം അല്ലേ, ഒരു പരുവത്തിൽ പോകുന്ന ഒരവസ്ഥ. പരുവത്തിൽ ക്രിസ്ത്യാനിയായിട്ട് പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നു. എന്നിട്ട് പറയുവാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും. ധനവാനാന്ന് പറയുന്ന ഈ സഭ എങ്ങനെയാ? നിർഭാഗ്യരാണ്, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിന്നെ കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നീ സമ്പന്നനല്ല, സമ്പന്നനാന്ന് ചിന്തിക്കുക. നീ സമ്പന്നനാകേണ്ട തീരൂതിക്കൊഴിച്ച പൊന്ന് നീ മേടിക്കണം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആ ആത്മീയമായിട്ട് നിനക്ക് എത്രയോ ഉയരങ്ങളിലേക്ക് നീ പോകേണ്ടതെന്ന് അറിയിക്കുന്നു. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടത് വെള്ളയുടുപ്പ് നിന്റെ കാഴ്ച ലഭിക്കേണ്ട കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ. നമുക്ക് ചില സമയങ്ങളിൽ, ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ചിലപ്പോൾ പറ്റുന്നൊരു കാര്യം, വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ഓർക്കും നമ്മൾ ആത്മീയമായിട്ടൊക്കെ വളർന്നു. ഇപ്പം എത്ര വർഷമായി? നമ്മൾ ചിലരോടൊക്കെ പറയുമ്പോൾ, ഞാൻ അന്ന് എൻ്റെ 17-ാമത്തെ വയസ്സിൽ എനിക്കും അങ്ങനെ പറയാം, ഞാൻ അങ്ങനെ പറയുന്നു, വിശ്വാസത്തിലേക്ക് വന്ന് എത്രയോ വർഷങ്ങളായി, എത്രയോ സ്ഥലത്ത് ശുശ്രൂഷകളൊക്കെ ചെയ്തു, എന്നതൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്നതൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. നമുക്കറിയാതെ തന്നെ നമ്മൾ വളർന്നു എന്ന് തോന്നും. നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നം, നമുക്ക് നമ്മളെ കാണാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ അറിയാതെ ചിന്തിക്കുവാണ്, നമ്മൾ ആത്മീയമായിട്ട് ചിലപ്പോൾ നമ്മൾ വളർന്നുവെന്ന്. നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രം, നമുക്ക് നമ്മളെ കാണാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം വരുന്നുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ എല്ലാം കാണും, അവരെല്ലാം നമ്മൾ ചിലപ്പോൾ കാണും. എന്നാൽ എനിക്ക് എന്നെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണം. എപ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല,
നമ്മളിനി കാതങ്ങൾ അപ്പുറം നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും പോകാൻ കിടക്കുന്നു. വർഷങ്ങൾ എത്രയും കഴിഞ്ഞിട്ടും ഇനിയും പല സ്വഭാവങ്ങളും അതേപോലെ തന്നെ നിൽക്കുക, മാറ്റങ്ങൾ വന്നിട്ടില്ല. പലതും അതേപടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി എത്രയോ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എപ്പോഴും നമുക്കൊരു ബ്രോക്കൺനെസ് ആവശ്യം. 51-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കോൺട്രൈറ്റ് ആൻഡ് ബ്രോക്കൺ ഹാർട്ട്, അല്ലേ? ഒരു തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഒരു ഹൃദയം. അത് പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വർഷം ക്രിസ്തീയ ആത്മാനുഭവത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ നമ്മളെ തന്നെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും നമ്മൾ ഇനിയും ദരിദ്രരാ, നമ്മളിനിയും അരിഷ്ടരാ, നമ്മളൊന്നും ആയിട്ടില്ല. നമുക്കിനിയും കർത്താവിൻ്റെ കൃപ ഒത്തിരി ആവശ്യമുണ്ട്, ഒത്തിരി രൂപാന്തരം നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൂട്ടർ 1 കൊരിന്ത്യരിലെ ഇവരെ ചീർത്തു പോകാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് അങ്ങ് ചിന്തിക്കും, ഞങ്ങൾക്ക് ഒത്തിരി കൃപാവരങ്ങൾ. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോഴത്തേക്ക് ആ കൃപാവരങ്ങൾ അവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അവരൊത്തിരി പല കാര്യങ്ങളും ഉള്ളവരായിരുന്നു, വലിയ നിറഞ്ഞ സഭയായിരുന്നു. എങ്കിലെന്ത് ചെയ്തു? പക്ഷേ അവർക്കങ്ങനെ അന്യോന്യം ചീർത്തു പോകുന്നൊരനുഭവം അവർക്കുണ്ടായിരുന്നു. ഇനി നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ശരിക്കും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തകർന്നു പോകും. ഇത്രയും ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലൻ, ഇത്രയും ഉന്നതമായ പാണ്ഡിത്യമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം. ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ. ഇത് നമ്മൾ ഈ വേറൊരു ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോഴത്തേക്ക്, അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും കൂടെ കുറച്ചുകൂടെ മനസ്സിലാവും. For I think that God has exhibited us apostles as last of all. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് ഓഫ് ഓൾ, ലൈക്ക് മെൻ സെൻറ്റൻസ് ടു ഡെത്ത്. ഈ പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, ഞങ്ങൾ എങ്ങനെയായിരിക്കുന്നത്? ഞങ്ങൾ ഈ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കുമെല്ലാം ഞങ്ങൾ കൂത്തുകാഴ്ച സ്പെക്ടാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വലിയ സ്റ്റേഡിയത്തിലൊക്കെ മൃഗങ്ങളുടെ മുമ്പിലേക്ക് സിംഹത്തിൻ്റെയൊക്കെ മുന്നിലേക്ക് ക്രിസ്ത്യാനികളെയും മറ്റു ആൾക്കാരെയൊക്കെ വലിച്ചിടും, പ്രത്യേകിച്ച് കുറ്റം ചെയ്തവരെയൊക്കെ. അപ്പോൾ അവരെ ഈ മൃഗങ്ങൾ പിടിച്ച് അവരെ ഉപദ്രവിക്കുന്നതും ഭക്ഷിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഈ സ്റ്റേഡിയത്തിൽ ഇരിക്കും. അവർക്കെല്ലാം ഒരു കൂത്തുകാഴ്ച, അവർ രസിക്കും ഇത് കണ്ടിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ ഒടുക്കത്തവരായി നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു രാജാവ് ഒരു വിക്ടറി നേടിക്കഴിയുമ്പോൾ, അന്നത്തെ ചക്രവർത്തി മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്ത് വിജയം നേടിക്കഴിയുമ്പോൾ ഇവരൊരു ഘോഷയാത്രയായിട്ട് പോകും. ഈ ഘോഷയാത്രയിൽ രാജാവ് മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരും എല്ലാം മുന്നേ പോകുന്നു. വലിയ ഒരു ആഡംബരത്തോടുകൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അവസാനം കുറ്റം ചെയ്തവരെ അവസാനം ഇങ്ങനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ തടവുകാരായിട്ട് പിടിച്ചവരെയൊക്കെ ഇവരെ കൊണ്ടുപോയിട്ട് ഇവരെ ചെയ്യുന്നത്, ഇവരെ പിന്നെ ഈ മൃഗങ്ങളുടെ മുമ്പിലോട്ട് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു, കൂത്തുകാഴ്ചയായിട്ട് സ്പെക്ടാക്കിൾ. അവർ ഒരു തിയേറ്ററിൽ ഇങ്ങനെ ഇതൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുക. ചിലപ്പോൾ മൃഗങ്ങൾക്ക് മുമ്പിലല്ല, ചിലപ്പോൾ മനുഷ്യർ തന്നെ എന്ത് ചെയ്യും, അവരെ ടോർച്ചർ ചെയ്യും, അവരെ ഒത്തിരി ഉപദ്രവിച്ച് അവസാനം അവർ മരിക്കും എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുക, നിങ്ങളിങ്ങനെ വലിയ രാജാക്കന്മാരായിട്ടൊക്കെ ഇരിക്കുകയും സമ്പന്നരായി എല്ലാവരും ഇരിക്കുമ്പോൾ, ഞങ്ങൾ ഈ അപ്പോസ്തലന്മാർ ഏറ്റവും ഒടുക്കത്തവരായിട്ട് മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ ഞങ്ങളിങ്ങനെ ഈ ഘോഷയാത്രയുടെ അവസാനമുള്ള കുറ്റം ചെയ്ത ആൾക്കാരെ പോലെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ എപ്പം വേണേലും മരിക്കുവാനായിട്ട് തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഇനിയും താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ. ഞങ്ങളാരാ?
ക്രിസ്തു നിമിത്തം ഭോഷന്മാർ. നിങ്ങളാരാ? ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. വി ആർ ഫൂൾസ് ഫോർ ക്രൈസ്റ്റ്. ഞങ്ങളാരാ? കർത്താവിന് വേണ്ടി വിഡ്ഢികളാണ്. നിങ്ങൾ പക്ഷേ ഒത്തിരി ബുദ്ധിമാന്മാരാണ്, വയസ്സാണ്. ഞങ്ങൾ വളരെ ബലഹീനരാ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ബലഹീനത പൗലോസിനുണ്ടായിരുന്നു. ഞങ്ങൾ ബലഹീനരാണ്. നിങ്ങളിപ്പം വളരെ ശക്തരായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം മാനമുണ്ട്. യു ആർ ഹെൽഡ് ഇൻ ഹോണർ, ബട്ട് വി ആർ ഇൻ ഡിസ്റെപ്റ്റ്. ഞങ്ങൾ മാനഹാനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പറഞ്ഞു, ഞങ്ങൾ വി ആർ ഇൻ ഹങ്കർ ആൻഡ് തേസ്റ്റ്. ഞങ്ങൾ ടു ദ പ്രസന്റ് അവർ വി ഹങ്കർ ആൻഡ് തേസ്റ്റ്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ എന്ന് നമ്മൾ വേറൊരു NIV-ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞു വി ആർ ഇൻ റാക്സ് എന്നാണ്. റാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയിലൊക്കെ നമ്മൾ ഹിന്ദി പറയുമല്ലോ പോച്ച അല്ലേ, നമ്മൾ ഈ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുണി, അടുക്കളയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതോ ബാത്റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഉടുപ്പിട്ടുകൊണ്ടിരിക്കുക. ഇവിടെ നഗ്നനായിരിക്കുന്നു, വേറെ ഭാഗത്ത് പറഞ്ഞാൽ വി ആർ ഇൻ റാക്സ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴന്തുണി ധരിച്ചുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ നടക്കുന്നത്. നമ്മളിതെല്ലാം ഒന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്ത ഒരു മനുഷ്യൻ, കർത്താവ് പറഞ്ഞ കാര്യം അതേപോലെ ഫോളോ ചെയ്തൊരു മനുഷ്യൻ, തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോഴത്തെ പോലെ എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്ത ഒരു മനുഷ്യൻ. പഴന്തുണി മാത്രം, അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട തുണിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. സ്ഥിരവാസം കൂടാതെയും എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹോംലെസ്, വീടില്ല, അവർക്ക് പ്രത്യേകിച്ച് വീടെന്ന് പറയാനായിട്ടില്ല. ആൻഡ് ബഫറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ മലയാളത്തിൽ കുത്തുകൊണ്ട്, എപ്പോഴും അവരെ പീഡിപ്പിക്കുക. എപ്പോഴും പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്കെല്ലാം അവരെ പിടിക്കുന്നു, അടിക്കുന്നു. എപ്പോഴും അവർ അങ്ങനത്തെ അനുഭവങ്ങൾ കൂടെ പോകുന്നു, കുത്തുകൊണ്ടുകൊണ്ട് പോകുന്നു. പിന്നെ വർക്കിംഗ് വിത്ത് അവർ ഓൺ ഹാൻഡ്സ്, സ്വന്തം കൈകൊണ്ട് വേല. ഈ സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുമെന്ന് പറയുമ്പം നമ്മൾ ഓർക്കില്ല, ഈ ആ പദത്തിനർത്ഥം ഒരു വലിയ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നതിനെ കുറിച്ചല്ല. ഒരു സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൂലിപ്പണി ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൗലോസ് 10 മേക്കർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ചിന്ത വരില്ല, അതാണ്ട് വലിയൊരു ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. വെറും ഒരു അന്നത്തെ കാലത്ത് ഒരു കൂലിപ്പണിക്കാരൻ്റെ ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോസ്തലൻ അങ്ങനത്തെ ഒരു മനുഷ്യൻ, പാണ്ഡിത്യമുള്ളവൻ, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു. ഞാൻ ഇത് വായിച്ചപ്പോഴത്തേക്ക് പണ്ടത്തെ ആദ്യത്തെ നമ്മുടെ സഭാചരിത്രത്തിലെ ആളുകളുടെ പീഡനങ്ങളെക്കുറിച്ച് ഓർത്തു. ഒരു സമയം വരെയും ഇന്നും ക്രിസ്ത്യാനികൾക്ക് എവിടെയും പീഡനങ്ങളുണ്ട്. നമുക്കറിയാം, UP-യിലൊക്കെ എത്രയോ ദൈവദാസന്മാർ അവർ ജയിലുകളിൽ ഇന്നും കിടക്കുന്നു. അവർക്ക് ബെയിൽ കിട്ടിയിട്ടില്ല, അവരങ്ങനെ കിടക്കുന്നു, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കെങ്കിലും ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾക്ക് യാതൊരു വിധമായ വിലയുമില്ലാത്ത അനുഭവമായിരുന്നു. നമ്മൾ ഈ പേഴ്സിക്യൂഷൻ്റെ ചരിത്രം നോക്കുമ്പോൾ നീറോ ചക്രവർത്തിയുടെ സമയത്ത് പൗലോസ് അപ്പോസ്തലനും പത്രോസുമൊക്കെ അന്നാണ് അവർ കൊല്ലപ്പെടുന്നത്. പൗലോസ് കഴുത്തറക്കപ്പെട്ട് പത്രോസ് തലകീഴായിട്ട് തൻ്റെ ഗുരുവിനോടുള്ള സ്നേഹം നിമിത്തം പറഞ്ഞു, ഞാൻ തലകീഴായിട്ട് ക്രൂശിക്കപ്പെട്ടു. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ സമയത്താണ് അപ്പോസ്തലനായ യോഹന്നാൻ നാട് കടത്തപ്പെട്ട് പത്മോസ് ദ്വീപിൽ കഴിഞ്ഞതും റെവലേഷൻ, വെളിപ്പാട് പുസ്തകം എഴുതിയെന്നും. പിന്നെ നമ്മൾ കാണുന്നുണ്ട് പ്ലീനി എന്ന് പറയുന്നൊരു ഗവർണർ, അദ്ദേഹത്തിൻ്റെ ചക്രവർത്തി ട്രോജൻ എഴുതുമ്പോഴത്തേക്ക് പറയുകയാണ്, എല്ലായിടത്തും ക്രിസ്ത്യാനികളെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുക, ക്ഷേത്രങ്ങളൊക്കെ ശൂന്യമായിരിക്കുന്നു, അവിടെയൊന്നും ഈ ബലിയർപ്പിക്കാനായിട്ട് ആരും വരുന്നില്ല, അല്ലെങ്കിൽ അതിന് ബലിയർപ്പിക്കാൻ ആവശ്യമുള്ള മൃഗങ്ങളെയൊക്കെ വിൽക്കുന്നവരുടെയൊക്കെ ജോലിയെല്ലാം പോയിരിക്കുന്നു, അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്ക് ഈ പ്ലീനി എന്ന ഗവർണർ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ക്രിസ്ത്യാനി എന്ന് ആരെങ്കിലും ഒരു തെളിവ് കൊടുത്താൽ ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് 3 പ്രാവശ്യം ചോദിക്കും. 3 പ്രാവശ്യം അവർക്ക് അവസരം കൊടുക്കും. 3 പ്രാവശ്യം ഇവരെ അത് ഡിനൈ ചെയ്യുവാണെങ്കിൽ ഇവരെ പിന്നെ മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ കൊല്ലും. ആ സമയത്താണ് ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ്
മരിച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഭയിൽ ആൾക്കാർക്ക് എഴുതി, ഒരു കാര്യത്തിൽ ശ്രമിക്കരുത്, എൻ്റെ ഈ ഒരു രക്തസാക്ഷ്യത്തിൽ നിന്ന് മാറുവാനായിട്ട്, അല്ലെങ്കിൽ ഈ മരണവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. ഒരു ഗോതമ്പ് മണി പോലെ ചാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്മിർണയിൽ വെച്ചാണ് പോളികാർപ്പ് മാർട്ടിയറാവുന്നത്. അദ്ദേഹം പിന്നെ പെർപ്പച്ചുവ എന്ന് പറയുന്ന ഒരു യുവതി, നിങ്ങൾ ഒരു സഭാചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾ യുവതി, അദ്ദേഹത്തിൻ്റെ പിതാവ് വരെ നിർബന്ധിച്ചു, നിന്നെ കൊല്ലാനായിട്ട് നീ എങ്ങനെയെങ്കിലും യേശുവിനെ തള്ളിപ്പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ അവൾ വിശ്വാസത്തിന് വേണ്ടി നിന്നു. അവളെ അടിച്ചു, മൃഗങ്ങൾ അവളെ പിടിച്ച് ചീന്തി തലയറക്കപ്പെട്ടവളായിട്ട് പെർപ്പച്ചുവ മരിക്കുന്നു. ഇങ്ങനെ അനേക ആൾക്കാർ കൂത്തുകാഴ്ചയായി തീർന്ന അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോഴത്തെ ഈ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി മുമ്പോട്ട് പോകുമ്പോഴും നമുക്കറിയത്തില്ല എങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം പൗലോസ് പറയുക, എൻ്റെ ശുശ്രൂഷ, ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്. വലിയ ഹോണർ കിട്ടാൻ വേണ്ടിയോ അങ്ങനെയൊന്നുമല്ല. ഒരിക്കലും ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആക്ഷരികമായിട്ടൊന്നും അനുസരിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയും, ഞാൻ ഇന്ന് മുതൽ വീടില്ലാത്തവനായി ജീവിക്കാൻ പോകും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇത് വായിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനോഭാവത്തെ എനിക്ക് നിങ്ങളും കുറച്ചും കൂടെ ഒന്ന് വ്യത്യാസപ്പെടുത്താനായിട്ട് പറ്റും. കർത്താവേ, കുറച്ചും കൂടെ കർത്താവേ, നിന്നെ കർത്താവേ, എൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും നേടിയെന്നുള്ള ഭാവത്തിൽ ശുശ്രൂഷ ചെയ്യാതെ കർത്താവേ, നിനക്ക് വേണ്ടി പലതും ഇനിയും ത്യജിച്ചുകൊണ്ട് കർത്താവേ, നിന്നെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. താഴോട്ട് 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഇതെല്ലാം ചെയ്യപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്തത്? ഉപദ്രവം ഏറ്റിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സഹിക്കുന്നു. ഉപദ്രവം ഏറ്റപ്പോൾ ഞങ്ങൾ സഹിച്ചു. ദൂഷണം കേട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ നല്ല വാക്കാണ് മറ്റുള്ളവരോട് പറഞ്ഞത്, ഞങ്ങൾ തിരിച്ചു പറയുന്നില്ല. പിന്നത്തെ വാക്കുകൾ, ഭയങ്കരമായ വചനം, ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെ. ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് ആദ്യം ഓർത്തു, ഞാൻ അല്പം ഈ സൈക്കോളജിക്കലായുള്ള കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇദ്ദേഹം ഒരു പൂർ സെൽഫ് എസ്റ്റീം ഉള്ളൊരു മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ തന്നെത്താൻ ഒരു മതിപ്പില്ല, സ്വയം ഇങ്ങനെ. നമ്മളെപ്പോഴും ഇപ്പം ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം? നല്ലതായിട്ടൊക്കെ ചിന്തിക്കണം, അല്ലേ? നല്ല ആവശ്യമാണ് നമുക്ക് ഈ ഒരു സെൽഫ് എസ്റ്റീം ആവശ്യമാണ്. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ തന്നെ ഇടിച്ചു താഴ്ത്തിയൊന്നും പറയുകയല്ല. പുള്ളി അനുഭവിക്കുന്ന കാര്യം അതുപോലെ പുള്ളി പറയുക, ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ്. എങ്ങനെ എഴുതിയിരിക്കുന്നു ഇംഗ്ലീഷിൽ? വി ഹാവ് ബിക്കം ആൻഡ് ആർ സ്റ്റിൽ ലൈക്ക് ദ സ്കം ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ ചവറും സകലത്തിൻ്റെയും അഴുക്കും ആയിത്തീർന്നു. റെഫ്യൂസ് ഓഫ് ഓൾ തിങ്സ്. നമ്മൾ ഈ അഴുക്കെന്ന് പറയുമ്പോൾ നമ്മൾ മാലിന്യം, നമ്മൾ കലയുന്ന നമ്മുടെ വേസ്റ്റ് എന്നർത്ഥം. വേസ്റ്റായിരിക്കുന്നു. സ്കം ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ ചവറ് പോലെ. പലപ്പോഴും ഞങ്ങളുമൊക്കെയും ബൈബിൾ കോളേജിൽ പഠിച്ചും കർത്താവിൻ്റെ വേലയിലേക്ക് അങ്ങനെ വന്നവരാണല്ലോ. ചില സമയങ്ങളിലൊക്കെയും ബൈബിൾ കോളേജിൽ നിന്നൊക്കെയും പുറത്തു പോകുമ്പോഴത്തെ ആളുകളുടെയൊക്കെ ഒരു ചിന്ത, എന്തോ ഒരു വലിയ കാര്യം നേടാനായിട്ട് പോവുകയാണ്, വലിയൊരു ചർച്ചിൻ്റെ പാസ്റ്ററാകാൻ പോകുന്നു, ഇങ്ങനത്തെയൊക്കെ ചിന്തകൾ. നമുക്ക് കിട്ടുന്ന ഓറിയൻറ്റേഷൻസ് ഇങ്ങനെയൊക്കെയാണ്. ടി വിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ലൈറ്റിൻ്റെ അടുത്തൊക്കെ പ്രസംഗിക്കുന്നു. ഞങ്ങളിങ്ങനെ നമ്മളും ആഗ്രഹിക്കുക വലിയ ബില്ലി ഗ്രഹാം, വലിയ ആൾക്കാരെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷകൾ. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ലോകത്തിൻ്റെ ചവറായിട്ട്, ലോകത്തിൻ്റെ ആർക്കും വേണ്ടാത്തൊരാളായിട്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആശ്ചര്യമായിട്ട് നമുക്ക് അങ്ങനെയൊന്നും ആകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയൊന്നും നമ്മൾ ആകണ്ട, അതൊന്നും ഒരു ശരിയായ ആത്മീയതയല്ല. പക്ഷേ നമുക്ക് മനോഭാവത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ കുറയും. പലപ്പോഴും പലതിൻ്റെയും പിന്നിൽ ഇങ്ങനത്തെ ചിന്തകളാണ്. നേടിയെടുത്തെന്നുള്ള ചിന്തകൾ, ചീർത്തു പോകുന്ന ചിന്തകൾ, ഞാൻ എന്തോ ചീർത്തിരിക്കും, ഞാൻ എന്തൊക്കെയോ എനിക്ക് ഞാനായിട്ടുണ്ടാക്കിയതാണെന്നുള്ള ചിന്തകൾ, അല്ലേ? ഇങ്ങനത്തെ ഒത്തിരി വിഷയങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആത്മീയ ലോകത്തോട് നമ്മൾ നോക്കുമ്പോൾ അറിയാം. ചിലരൊക്കെ പല കാര്യങ്ങൾ അവർ ചെയ്ത കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. ഒന്നും നമുക്കില്ല,
എല്ലാം നമുക്ക് ലഭിച്ചത് മാത്രമേ ഉള്ളൂ.